നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ ബലിപ്പെരുന്നാൾ ദിനമായ ജൂൺ 6 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് ഈദ് നമസ്കാരം നടക്കും. ഔദ്യോഗിക പള്ളികളിലും നിയുക്ത തുറന്ന പ്രാർത്ഥനാ മേഖലകളിലും ബലിപ്പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സുന്നി എൻഡോവ്മെന്റ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ ബുതൈസ് അൽ ഹജേരി അറിയിച്ചു. ഗൾഫ് മേഖലയിൽ അഞ്ചാംപനി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗൾഫ് സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളുമായി സഹകരിച്ച് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം പ്രാദേശിക വർക്ക്ഷോപ്പ് ആരംഭിച്ചു. നിലവിലെ സാഹചര്യം വിലയിരുത്തുക, ഏകീകൃത പദ്ധതികൾ വികസിപ്പിക്കുക, രോഗത്തിനെ ചെറുക്കുന്നതിനായി തയ്യാറെടുപ്പും പ്രതികരണവും വർദ്ധിപ്പിക്കുക എന്നിവയാണ് വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം. ആരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സാമ്യ അലി ബഹറാം അഞ്ചാംപനി കേസുകൾ കുറയ്ക്കുന്നതിലും രോഗപ്രതിരോധ പരിപാടികൾ വർദ്ധിപ്പിക്കുന്നതിലും തുടർച്ചയായ പ്രാദേശിക സഹകരണത്തിന് പ്രാധാന്യം വ്യക്തമാക്കുക രോഗപ്രതിരോധത്തിൽ ബഹ്റൈൻ കൈവരിച്ച പുരോഗതി ചൂണ്ടിക്കാട്ടുകയും എൻഡമിക് മീസൽസും റുബല്ലയും ഇല്ലാതാക്കുന്നതിൽ ബഹ്റൈൻ കൈവരിച്ച വിജയത്തെ ലോകാരോഗ്യ സംഘടന പ്രശംസിച്ചത് വിശദമാക്കുകയും ചെയ്തു. അഞ്ചാംപനി നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ GCC രാജ്യങ്ങളുടെ പ്രതിബദ്ധതയും കഴിവുകളെയും ഡോക്ടർ ബഹാറോം പ്രശംസിച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ നവംബർ 18 മുതൽ 20 വരെ നടക്കും. ലണ്ടനിലെ ഫാർംബർണോ ഇന്റർനാഷണലുമായി സഹകരിച്ച് ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവും റോയൽ ബഹ്റൈൻ വ്യോമസേനയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുക. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ നിസ അൽ ഖലീഫയുടെ നേതൃത്വത്തിലും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരവുമാണ് വ്യോമയാനം, ബഹിരാകാശം, ഡിജിറ്റൽ നവീകരണം എന്നീ മേഖലകളിൽ UK-യുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ പറഞ്ഞു. ഷോയുടെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാനായി അദ്ദേഹം ലണ്ടനിൽ ഫാർനർബറോ ഇന്റർനാഷണലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിലേക്ക് ഇനി 25 ദിനങ്ങൾ എന്ന പരിപാടി ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ചു. എംബസി നടത്തുന്ന യോഗ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ, ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ, ബഹ്റൈനിലുടനീളമുള്ള യോഗാ പ്രേമികൾ, എംബസി ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ 21-ന് 75 ദിവസവും 50 ദിവസവും തികയുന്ന ദിവസം ആഘോഷിക്കുന്നതിനായി ഏപ്രിലിൽ എംബസിയിൽ നടന്ന യോഗാ സെഷനോടെയാണ് ബഹ്റൈനിലെ യോഗ ആഘോഷങ്ങൾ ആരംഭിച്ചത്. ജൂൺ 21 വരെ ബഹ്റൈനിലുടനീളം യോഗയുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളും സംരംഭങ്ങളും ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണങ്ങൾ ജൂൺ മാസം മുഴുവൻ തുടരുന്നതായിരിക്കും. ജൂൺ 21-ന് നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന പരിപാടിയിൽ സജീവമായി പങ്കെടുക്കാനും ആരോഗ്യത്തിനും ശാരീരിക മാനസിക സമാധാനത്തിനും വേണ്ടിയുള്ള ആഗോള പ്രസ്ഥാനത്തിൽ ചേരാനും ബഹ്റൈനിലെ എല്ലാ യോഗാപ്രേമികളെയും പ്രാക്ടീഷണർമാരെയും ക്ഷണിക്കുന്നതായും എംബസി അറിയിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ദേവ്ജി BKS GCC കലോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ശ്രദ്ധേയമായി. മെയ് 31-ന് BKSൽ നടന്ന പരിപാടിയിൽ ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ രാജീവ് കുമാർ മിശ്ര മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ്, ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാധുരി പ്രകാശ്, ദേവ്ജി ഗ്രൂപ്പിലെ മുതിർന്ന പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡാൻസ് മത്സരങ്ങളിൽ വിജയം കൈവരിച്ച IMAC കൊച്ചിൻ കലാഭവനിലെ വിദ്യാർത്ഥികളുടെ ഡാൻസ് പ്രകടനങ്ങളോടെയാണ് ഗ്രാൻഡ് ഫിനാലെ ആരംഭിച്ചത്. ഗ്രാൻഡ് ഫിനാലെയിൽ ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ രംഗത്തെ നിരവധി പ്രമുഖരും പങ്കെടുത്തു. കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ മാതൃകയിൽ നടന്ന കലോത്സവം 1.5 മാസത്തിലേറെ നീണ്ടുനിന്നു. 5 ഗ്രൂപ്പ് വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ കലാതിലകം ഇഷ ആഷിഖ്, കലാപ്രതിഭ ശൗര്യ ശ്രീജിത്ത്, ബാലതിലകം സഹന മോഹൻരാജ്, നേഹ ജഗദീഷ് കലാരത്ന, അയൻ സുജിത് നാട്യരത്ന, അർജുൻ രാജ് സംഗീതരത്ന, പ്രിയംവദ NS സാഹിത്യരത്ന എന്നീ അവാർഡുകൾ കരസ്ഥമാക്കി. കൺവീനർ ബിറ്റോ പാലമറ്റം, ജോയിന്റ് കൺവീനർമാരായ സോണി KC, രേണു ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് പരിപാടി വിജയകരമായി കൈകാര്യം ചെയ്തത്.
പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്ലോബൽ കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗ്രീൻ പൾസ് എന്ന പേരിൽ ആചരിക്കുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ബഹ്റിൻ ഉൾപ്പെടെയുള്ള 23 രാജ്യങ്ങളിൽ തുടക്കമായി. ജൂൺ 1 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ കാലയളവിൽ 1000 കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. 64 സോൺ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് പരിസ്ഥിതി സൗഹൃദ സഭകൾ നടക്കും. പൊതുജനങ്ങളിൽ പരിസ്ഥിതി അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഷൈനിംഗ് നെസ്റ്റ്, ഗ്രീൻ ഗിഫ്റ്റ് തുടങ്ങിയ വ്യത്യസ്ത പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഷൈനിംഗ് നെസ്റ്റ് പദ്ധതിയിലൂടെ പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ഗ്രീൻ ഗിഫ്റ്റ് പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത സമ്മാനങ്ങൾ കൈമാറ്റം ചെയ്ത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. പരിസ്ഥിതി സൗഹൃദ സഭകളിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവർക്ക് പങ്കെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. മരം നടൽ, മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. വ്യാജ ഹജ്ജ് സ്ഥാപനങ്ങളുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം നൽകി തട്ടിപ്പ് നടത്തിയ 2 വിദേശികളെ പ്രത്യേക കോടതി 16 മാസം വീതം തടവിന് ശിക്ഷിച്ചു. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം പ്രതികൾക്കെതിരായ കുറ്റപത്രം പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. തട്ടിപ്പിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തി തട്ടിപ്പും നിയമലംഘനങ്ങളും നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഹജ്ജുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏവരും കർശനമായി പാലിക്കണമെന്നും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പരസ്യങ്ങൾ ലൈസൻസ് ഇല്ലാത്ത ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളുടെയോ കെണിയിൽ വീഴരുതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. ഹജ്ജിന് ബുധനാഴ്ച തുടക്കം കുറിക്കാനിരിക്കെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ തീർത്ഥാടക ലക്ഷങ്ങൾ മക്കയിലെത്തി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 1,22,518 തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 20 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും 390 വിമാനങ്ങളിലായാണ് ഇത്രയും ഹാജിമാർ സൗദിയിലെത്തിയത്. ഒരു മാസത്തിലേറെ നീണ്ട തീർത്ഥാടകരുടെ വരവ് ശനിയാഴ്ചയാണ് അവസാനിച്ചത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും മക്കയിലെത്തി. കൊച്ചിയിൽ നിന്നായിരുന്നു അവസാനത്തെ ഹജ്ജ് വിമാനം. കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും നേരത്തെ മക്കയിൽ എത്തിയിരുന്നു. കൊച്ചിയിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി 8-ന് പുറപ്പെട്ട അവസാന വിമാനം അർദ്ധരാത്രിയോടെ ജിദ്ദ വിമാനത്താവളത്തിലെത്തി. അവസാന വിമാനത്തിൽ 289 തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇവരെ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ ഹറൈമൻ ഹൈസ്പീഡ് ട്രെയിനിൽ മക്കയിലെ താമസ കേന്ദ്രത്തിൽ എത്തിച്ചു. അവസാനം എത്തിയ ഹാജിമാർക്ക് മക്കയിലെ സന്നദ്ധ പ്രവർത്തകർ സ്വീകരണവും ഒരുക്കിയിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് കേസുകളുടെ വർധനവിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 3758 പേർക്കാണ് നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 1400 കോവിഡ് കേസുകളും കേരളത്തിലാണ്. മഹാരാഷ്ട്രയിൽ 506 കോവിഡ് രോഗികളാണ് ഉള്ളത്. ദില്ലി, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളിൽ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകളും ഓക്സിജനും വാക്സിനുകളും കിടക്കകളും സജ്ജമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. നിർണായക വിധി പുറപ്പെടുവിച്ച കേരള ഹൈക്കോടതി ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾക്ക് ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണം. ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ജനന സർട്ടിഫിക്കറ്റിൽ അമ്മ, അച്ഛൻ എന്നീ ലിംഗപരമായ പദങ്ങൾക്ക് പകരം രക്ഷിതാക്കൾ എന്ന് മാത്രം രേഖപ്പെടുത്താനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ ഹർജിയിലാണ് ഉത്തരവ്. അച്ഛനും അമ്മയ്ക്കും പകരം രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്തണം. രക്ഷിതാക്കളുടെ ലിംഗസ്വത്വം രേഖപ്പെടുത്തരുതെന്നും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി നൽകാൻ കോർപ്പറേഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വീണ്ടും ഒരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചിയിൽ കപ്പൽ മുങ്ങിയ സംഭവം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. മാലിന്യങ്ങൾ ലക്ഷദ്വീപ് അടക്കം രാജ്യത്തെ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ഹരിത ട്രൈബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. വിഷയത്തിൽ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ ഇടപെടൽ നടത്തുകയായിരുന്നു. മലിനീകരണ ആശങ്കയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും തുറമുഖ മന്ത്രാലയവും മറുപടി നൽകണമെന്നും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. സംഭവത്തിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ, ഇൻകോയ്സ് എന്നിവർക്ക് നോട്ടീസ് അയച്ചു. ഈ മാസം 24-ന് മുൻപ് മറുപടി നൽകണം. കേസ് ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. വേനൽ അവധിക്ക് ശേഷം കുടയും ബാഗുമായി സ്കൂളുകളിലേക്ക് തിരികെ എത്തി കുരുന്നുകൾ. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാകുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. കൊട്ടാരക്കര താമരക്കുടി SVHSSലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതിയ ഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികൾക്ക് നേരിട്ട് പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകി അറിവിന്റെ ലോകത്തേക്ക് സ്വീകരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, കൃഷിമന്ത്രി പി പ്രസാദ്, മന്ത്രി സജി ചെറിയാൻ തുടങ്ങിയവരും സലാം, TP ചിത്തരഞ്ജൻ തുടങ്ങിയ ജനപ്രതിനിധികളും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും ആഘോഷത്തിന്റെ ഭാഗമായി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.